BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അനധികൃത സ്വത്ത് സമ്പാദന കേസ് MR അജിത് കുമാറിന് ആശ്വാസം. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. അനധികൃത സ്വത്ത് സമ്പാദനാരോപണത്തിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കിയിട്ടുണ്ട്. ക്ലീൻ ചിറ്റ് റദ്ദാക്കിയ വിജിലൻസ് കോടതി വിധിക്കെതിരെയാണ് അജിത് കുമാർ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടി എന്നായിരുന്നു അജിത് കുമാറിന്റെ വാദം. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളി. 17A(9) ചട്ടങ്ങൾ പ്രകാരം അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി തേടിയതിൽ വിജിലൻസ് കോടതിക്ക് വീഴ്ച സംഭവിച്ചെന്നാണ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞത്. നടപടിക്രമങ്ങൾ പാലിച്ച് പരാതിക്കാർക്ക് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെയും തിരുവനന്തപുരം വിജിലൻസ് കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഭരണത്തലവൻ മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടുവാൻ രാഷ്ട്രീയ ഉന്നതർക്ക് കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ പരാമർശവും ഹൈക്കോടതി നീക്കി. പരാമർശം അനുചിതമെന്നായിരുന്നു നിരീക്ഷണം. സ്വർണ്ണക്കടത്ത്, കവടിയാറിലെ ഫ്ളാറ്റ് വിൽപ്പന, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച നെയ്യാറ്റിൻകര സ്വദേശി അഡ്വക്കേറ്റ് നാഗരാജാണ് MR അജിത് കുമാർ പരാതി നൽകിയത്. ഹൈക്കോടതിയിലെ ഹർജിയിൽ മുൻ MLA PV അൻവർ ADGPക്കെതിരെ കക്ഷി ചേർന്നിരുന്നു. വിജയുടെ യാത്ര വൈകും. തീയതി മാറ്റണമെന്ന് സേലം പോലീസ്. ഡിസംബർ 4 സുരക്ഷയൊരുക്കുവാൻ കഴിയില്ല. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനം ഇനിയും വൈകും. ഡിസംബർ 4 പ്രഖ്യാപിച്ച സേലത്തെ പൊതുയോഗത്തിന്റെ തീയതി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. 4 കാർത്തിക ദീപം നടക്കുന്നതിനാൽ സുരക്ഷയൊരുക്കുവാൻ കഴിയില്ലെന്നാണ് പോലീസ് പറയുന്നത്. കരൂർ ദുരന്തത്തിന് ശേഷം നിർത്തിവെച്ച സംസ്ഥാന പര്യടനം ഡിസംബർ 4 സേലത്ത് നിന്നും തുടങ്ങാനായിരുന്നു TVKയുടെ പദ്ധതി. ഇതിനായി സേലം പോലീസിൽ അപേക്ഷയും നൽകി. സേലത്തെ 3 ഗ്രൌണ്ടുകളിൽ ഏതിലെങ്കിലും അനുമതി നൽകണം എന്നായിരുന്നു TVKയുടെ അപേക്ഷ. എന്നാൽ 4 കാർത്തിക ദീപവും 6 ബാബ്രി മസ്ജിദ് ദിനവും വരുന്നതിനാൽ സുരക്ഷ ഒരുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മറ്റൊരു തീയതി തീരുമാനിച്ച് അപേക്ഷ നൽകണം എന്നാണ് പോലീസ് നിർദ്ദേശം. വളരെ വേഗത്തിൽ തീയതി തീരുമാനിച്ച് പര്യടനം ആരംഭിക്കുവാനാണ് തമിഴക വെട്രി കഴകത്തിന്റെ തീരുമാനം. മെക്സിക്കൻ സുന്ദരി ഫാത്തിമ ബോഷ് മിസ് യൂണിവേഴ്സ്. മെക്സിക്കൻ സുന്ദരി ഫാത്തിമ ബോഷ് മിസ് യൂണിവേഴ്സ് 2025 തായ്ലൻഡിലെ ബാങ്കോക്കിൽ നടന്ന ചടങ്ങിലാണ് ഫാത്തിമ ബോഷ് മിസ് യൂണിവേഴ്സ് കിരീടം അണിഞ്ഞത്. കഴിഞ്ഞ വർഷത്തെ വിജയ് വിക്ടോറിയ കെജറാണ് ഫാത്തിമയെ കിരീടം അണിയിച്ചത്. സ്നേഹത്തിന്റെ ശക്തി എന്നതായിരുന്നു ഈ വർഷത്തെ ചടങ്ങിന്റെ പ്രമേയം. 121 രാജ്യങ്ങളിൽ നിന്നുള്ള സുന്ദരിമാരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. സൌദി അറേബ്യ, പലസ്തീൻ, മൊസാംബിക് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ മത്സരാർത്ഥികൾ എത്തിയിരുന്നു. 74ാം മിസ് യൂണിവേഴ്സ് കിരീടമാണ് ഫാത്തിമ ബോഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനെത്തിയ മാണിക വിശ്വശർമ്മയ്ക്ക് ടോപ്പ് 12-ലെത്തുവാൻ സാധിച്ചിരുന്നില്ല. 2021 ഹർനാസ് സന്ധുവിലൂടെയാണ് ഇന്ത്യ അവസാനമായി മിസ് യൂണിവേഴ്സ് കിരീട നേട്ടം സ്വന്തമാക്കിയത്. മിസ് യൂണിവേഴ്സിന് $2,50,000 പ്രതിഫലമായി ലഭിക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. ചരക്കുകൾ തുറമുഖത്ത് നിന്നും റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നേട്ടം. ഇനി ചരക്കുകൾ തുറമുഖത്ത് നിന്നും റോഡ് റെയിൽ മാർഗം കൊണ്ടുപോകാം. പൂർണ്ണ തോതിലുള്ള ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിന് അനുമതിയായി. ക്രൂ ചേഞ്ചും ഇനി വിഴിഞ്ഞത്ത് നടക്കും. ട്രാൻസ്ഷിപ്മെന്റിന് പുറമെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് തുറമുഖത്തിന് കടക്കുവാൻ കഴിയും. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട നീക്കമാകും ഇത്. റിംഗ് റോഡ് അടക്കം നിർമ്മിച്ചുകൊണ്ട് അനുമതിക്കായി കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു. നെടുമ്പാശ്ശേരി അവയവ മാഫിയ ചൂഷണം ചെയ്തത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ.
പണം നൽകി പ്രലോഭിപ്പിച്ച് ഇറാനിലേക്ക് കൊണ്ടുപോകും. നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവരങ്ങൾ പുറത്ത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ട്രാപ്പ് ചെയ്ത് ഇറാനിൽ എത്തിച്ചാണ് ചൂഷണം ചെയ്തതെന്ന് NIA കണ്ടെത്തി. അവയവക്കടത്തിലൂടെ ലഭിക്കുന്ന പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി മധുവിനായി NIA സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പും മാധ്യമങ്ങൾക്ക് ലഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ പണം നൽകി പ്രലോഭിപ്പിച്ചും പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്തി ഇറാനിൽ എത്തിച്ചുമാണ് അവയവക്കടത്ത് സംഘം പണമുണ്ടാക്കുന്നത് എന്നാണ് NIAയുടെ നടുക്കുന്ന കണ്ടെത്തൽ. വൃക്ക തട്ടിയെടുക്കുവാനാണ് ആളുകളെ ഇത്തരത്തിൽ ഇറാനിൽ എത്തിച്ചത്. സ്റ്റെമ ക്ലബ് എന്ന അക്കൌണ്ടിലേക്കാണ് പണം എത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേസിലെ ഒന്നാം പ്രതി മധു ജയകുമാറിനെ NIA കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. പോലീസ് സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. മധുവിനെ സഹായിച്ചവരെ കണ്ടെത്തുവാനുള്ള അന്വേഷണത്തിലാണ് NIA സംഘം ഇപ്പോഴുള്ളത്. മധുവും സംഘവും ഇതുവരെ 14 പേരെ ഇറാനിലെത്തിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 4 വയസ്സുകാരി ബസ് കയറി മരിച്ച സംഭവം സ്കൂളിന് വീഴ്ചയെന്ന് കണ്ടെത്തൽ. സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിൽ 4 വയസ്സുകാരി ബസ് കയറി മരിച്ച സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. സ്കൂൾ അധികൃതരുടെ വീഴ്ചയാണ് അപകട കാരണമെന്നാണ് കണ്ടെത്തൽ. സേഫ്റ്റി പ്രോട്ടോകോൾ വാഴത്തോപ്പ് ഗിരിജ്യോതി CMI പബ്ലിക് സ്കൂൾ പാലിച്ചിട്ടില്ല എന്നാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ. പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹെയ്സൽ ബെൻ മരിച്ചത് യാദൃശ്ചിക സംഭവമായി കാണാൻ കഴിയില്ല. ബസ് നിർത്തി കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നതുവരെ ബസ് മുന്നോട്ടെടുക്കുവാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചു. ഇത് ഉറപ്പുവരുത്തേണ്ട പ്രിൻസിപ്പാളിന് വീഴ്ചയുണ്ടായി. സ്കൂളിലെ CCTV ക്യാമറ പ്രവർത്തിച്ചിരുന്നില്ല എന്ന കാര്യം പോലീസ് പരിശോധിക്കും. അപകടത്തിൽ പരിക്കേറ്റ 3 വയസ്സുകാരി ഇനയെ തഹസിനെയും മരിച്ച ഹേസലിന്റെ കുടുംബാംഗങ്ങളെയും ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചു. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കേസെടുക്കണമെന്ന് ഹെയ്സൽ ബെന്നിന്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ആഷസ് പരമ്പര. ഇംഗ്ലണ്ടിന്റെ മുൻനിര ബാറ്റർമാരെ തകർത്ത് മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയയിലെ പെർത്ത് ഓപ്റ്റസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ആഷസ് ടെസ്റ്റിന്റെ 1ാം ദിനത്തിൽ ബൌളിംഗിൽ മികവ് കാട്ടി ഓസ്ട്രേലിയയ്ക്കായി ആദ്യം പന്തെറിയുവാനെത്തിയത് മിച്ചൽ സ്റ്റാർക്ക്. ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ ഇടത് കയ്യൻ പേസ് വരവറിയിച്ചു. ഇംഗ്ലണ്ട് ഓപ്പണർ സാക് ക്രോളിയെ ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിലെ അവസാന പന്തിൽ ഉസ്മാൻ ഖവാജയുടെ ക്യാച്ചിലാണ് പുറത്താക്കിയത്. വളരെ നാടകീയമായിരുന്നു ആദ്യ ഓവർ. ആദ്യ 5 പന്തുകളെ ക്ഷമയോടെ നേരിട്ട ക്രോളി 6ാം പന്ത് മികച്ചതാണെന്ന് വിലയിരുത്തി. ബാറ്റ് വീശിയെങ്കിലും പന്ത് ബാറ്റ് എഡ്ജിൽ തട്ടി ഉയർന്നു പൊങ്ങി സ്ലിപ്പിൽ വിക്കറ്റ് പ്രതീക്ഷിച്ചതിന്ന് ഉസ്മാൻ ഖവാജയുടെ കൃത്യം കൈകളിലേക്കായിരുന്നു. സ്ലിപ്പിൽ ഒരു ക്ലീൻ ക്യാച്ച് പൂർത്തിയായതോടെ ഓസ്ട്രേലിയൻ താരങ്ങൾക്കൊപ്പം കാണികളും ആവേശത്തിലാറാടി. സാക് ക്രോളിക്ക് പിന്നാലെ ബെൻ ഡക്കറ്റ്, ജോ റൂട്ട്, ബെൻ സ്റ്റോക്സ്, വിക്കറ്റ് കീപ്പർ ജാമി സ്മിത്ത്, ഗസ് അറ്റ്കിൻസൺ, മാർക്ക് വുഡ് എന്നിവരുടെ വിക്കറ്റുകളും സ്റ്റാർക്ക് നേടി. ആദ്യ ഇന്നിംഗ്സിൽ തന്നെ 7 വിക്കറ്റ് നേടിയ മിച്ചൽ സ്റ്റാർക്കിന് ആദ്യ ഓവറിൽ ഏറ്റവും കൂടുതൽ തവണ വിക്കറ്റ് നേടിയ താരമെന്ന റെക്കോർഡിലേക്ക് ഉയരുവാൻ കഴിഞ്ഞു. ഇംഗ്ലണ്ട് ഇന്നിംഗ്സ് അവസാനിപ്പിച്ച് ഓസ്ട്രേലിയ മറുപടി ബാറ്റിംഗ് തുടരുകയാണ്. ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഓസ്ട്രേലിയയുടെ സ്റ്റീവൻ സ്മിത്തും മാർണസ് ലാബുഷെയ്നുമാണ് ക്രീസിലുള്ളത്. 6 ഓവർ പൂർത്തിയായപ്പോൾ 5 റൺസിന് 1 വിക്കറ്റ് എന്നതാണ് ഓസ്ട്രേലിയയുടെ നില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.